ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ഹെൽത്തി ആയിട്ടുള്ള ഏത് സമയത്തും നമുക്ക് കഴിക്കാനായിട്ട് പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് എങ്ങനെയാണിത് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് 1/2 കപ്പ് ബാർലിയാണ് എടുത്തിട്ടുള്ളത്. ഒത്തിരി ആരോഗ്യ ഗുണങ്ങളുള്ള അരിയാണ് കേട്ടോ ഇത്. ഇതിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബ്ലഡ് ഷുഗർ, ബ്ലഡ് പ്രഷർ ലെവലൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട്, നമ്മുടെ ബോൺ സ്ട്രെങ്ത്തിന്, ഇമ്മ്യൂണിറ്റി കൂട്ടാനായിട്ട് ഒക്കെ ഇത് നല്ലതാണ്. കൂടാതെ വെയിറ്റ് ലോസിനും നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആക്കി വയ്ക്കാനായിട്ടും കൊളസ്ട്രോൾ ലെവലൊക്കെ നല്ലപോലെ കുറയ്ക്കാനായിട്ടും ബാർലി കഴിക്കണത് നല്ലതാണേ. ഇതുമാത്രമല്ല ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ട് നമ്മുടെ ബാർലിക്ക്. അറിയാത്തവരുണ്ടെങ്കിൽ ഉറപ്പായും നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കണേ. ഇതിനങ്ങനെ ഒത്തിരി വിലയുമില്ല കേട്ടോ. ഇനി ബാർലിയൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയെടുത്ത ശേഷം 5 മണിക്കൂർ നേരം വെള്ളത്തിലൊന്ന് കുതിർത്ത് വയ്ക്കാം. നമ്മളിപ്പോൾ രാവിലത്തേക്കാണിത് തയ്യാറാക്കണതെങ്കിൽ രാത്രിയിൽ വെള്ളത്തിലിട്ട് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. രാവിലെ ആയിപ്പോൾ അതാ കണ്ടോ, നമ്മുടെ ബാർലിയൊക്കെ നല്ലപോലെ കുതിർന്ന് കിട്ടിയിട്ടില്ലേ. ഇതിനിവിടെ ഇരിക്കട്ടെ. ഇനി നമുക്ക് അടുത്തതായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത് 2.5 കപ്പ് പാലാണേ. ഇത് മുഴുവനും പാലായിട്ട് തന്നെ ചേർക്കണമെന്നും നിർബന്ധമൊന്നുമില്ല കേട്ടോ. പകുതി പാലും പകുതി വെള്ളമായിട്ട് ചേർത്താലും കുഴപ്പമൊന്നുമില്ല. ഇനിതാ നമ്മുടെ ഈ പാലൊക്കെ ചെറുതായിട്ടൊന്ന് തിളച്ച് തുടങ്ങുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ നേരത്തെ കുതിർത്ത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ബാർലിയില്ലേ, അതാണ് കേട്ടോ ഇട്ട് കൊടുക്കണത്. ഇനി നമ്മുടെ ഈ ബാർലിയൊക്കെ നമ്മൾ ഈ പാലിലിട്ടിട്ടാണ് വേവിച്ചിട്ടെടുക്കണത്. ഈ സമയം ലോ ഫ്ലെയിമിൽ വെക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണേ. കണ്ടിന്യൂസ് ആയിട്ട് ഇത് ഇളക്കി കൊടുക്കുകയൊന്നും വേണ്ട. ഇടയ്ക്ക് എപ്പോഴെങ്കിലും ഒന്ന് ഇളക്കി കൊടുത്താൽ മതിയാകും. നമ്മുടെ ബാർലിയൊക്കെ വെന്ത് വരണതനുസരിച്ചിട്ട് നമ്മുടെ ഈ ഒരു പാലും കുറുകി വരും. കുറച്ചധികം ലൂസായിട്ട് നമ്മുടെ കഞ്ഞിയൊക്കെ പോലെ കുടിക്കാനായിട്ടാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് കൂടുതലായിട്ട് പാലോ വെള്ളമോ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. ഇതാ നമ്മുടെ ബാർലിയൊക്കെ നല്ലപോലെ ഒന്ന് വെന്ത് വരണ സമയത്ത് ഇതിലേക്ക് 1/2 കപ്പ് കുഞ്ഞായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള ഈന്തപ്പഴമാണ് ചേർക്കണത്. ഈന്തപ്പഴം ഒന്നും ഈ ഒരളവിൽ തന്നെ ചേർക്കണം എന്നില്ല. ഇതൊക്കെ നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് കൂടുതലോ കുറവോ ഒക്കെ ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ബദാമും കശുവണ്ടിയും ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിനും അങ്ങനെ പ്രത്യേകിച്ച് അളവൊന്നുമില്ല. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എത്ര വേണേലും നമുക്ക് ചേർക്കാം. അതുപോലെ ഇഷ്ടമുള്ള നട്ട്സോ ഡ്രൈ ഫ്രൂട്ട്സോ ഒക്കെ നമുക്ക് ഈ സമയം ചേർത്ത് കൊടുക്കാം കേട്ടോ. അതുപോലെ ഇപ്പോൾ എല്ലാവരുടെ കയ്യിലും നട്ട്സൊന്നും എപ്പോഴും ഉണ്ടാവണമെന്നില്ലല്ലോ. നട്ട്സൊക്കെ ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഈന്തപ്പഴം ചേർത്തില്ലേ, അത് മാത്രം ചേർത്തിട്ടും ഇതുപോലെ തയ്യാറാക്കിയാലും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ബാർലിയൊക്കെ നമുക്ക് നല്ലപോലെ വെന്ത് കിട്ടിയിട്ടില്ലേ. ഒന്നും കൂടെ നന്നായിട്ട് കുഴഞ്ഞ പരുവത്തിൽ കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ ഒരു തവി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുത്താൽ മതി. അതുപോലെ കുറച്ചും കൂടെ ലൂസായിട്ട് കഴിക്കാനാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് പാലും കൂടി ഒഴിച്ചിട്ട് നല്ലപോലെ ഒന്ന് യോജിപ്പിച്ച് കൊടുത്താലും മതി കേട്ടോ. ഞാൻ ഈ ഒരു പരുവത്തിലാണ് എടുക്കുന്നത്. ഈ ഒരു പാകമായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ടിത് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇതിന് ചെറിയൊരു മധുരം മാത്രമേ ഉണ്ടാവുള്ളൂ. നല്ല മധുരമൊക്കെ ഇഷ്ടമാണെങ്കിൽ കുറച്ച് തേനും കൂടെ ചേർത്തിട്ട് കഴിച്ചാൽ മതിയേ. ഇത് തയ്യാറാക്കാനും നല്ല എളുപ്പമല്ലേ. കാണാനായിട്ട് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടും കഴിക്കണ സമയത്ത് ചെറുതായിട്ടൊന്ന് കടിക്കാൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടും ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഈന്തപ്പഴവും ബദാമും ചോപ്പ് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മൾ കൂടുതലായിട്ടും ബാർലി വെച്ചിട്ട് ബാർലി വെള്ളവും ബാർലി കഞ്ഞിയൊക്കെയല്ലേ തയ്യാറാക്കാറുള്ളൂ. ഇതാകുമ്പോൾ ഒന്നും കൂടെ ഹെൽത്തി അല്ലേ. ഇതുവരെ ഇങ്ങനെ തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയണേ. അതുപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല കേട്ടോ. താങ്ക്